ഫിഫ വേൾഡ് കപ്പിൻ്റെ ബോർഡുകളിലും നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ജേഴ്സിയിലും ആ പേര് കണ്ടപ്പോഴാണ് ബൈജൂസ് എന്ന് പറയുന്ന കമ്പനി എത്ര വലുതാണെന്ന് പലർക്കും മനസ്സിലാകുന്നത്. കാരണം കോടിക്കണക്കിന് കുട്ടികളുടെ വിദ്യാഭ്യാസം മൊത്തത്തിൽ ഡിജിറ്റലായി മാറ്റിമറിക്കും എന്നൊരു വമ്പൻ വാഗ്ദാനവുമായിട്ടാണ് അവർ വന്നത്. വളരെ പെട്ടെന്ന് തന്നെ അതൊരു സാധാരണ ആപ്ലിക്കേഷനിൽ നിന്ന് ഇന്ത്യയിലെ എല്ലാ വീടുകളിലും എത്തിയ പേരായി മാറി. ഇതിനെല്ലാം നടുവിലുണ്ടായിരുന്നത് അതിൻ്റെ ഫൗണ്ടറായ ബൈജു രവീന്ദ്രൻ എന്ന സാധാരണക്കാരനായ ഒരു ടീച്ചറാണ്. പക്ഷേ ഈ കാണുന്ന താരപ്പൊലിമയ്ക്കും കോടികളുടെ വാല്യുവേഷനു പിന്നിൽ ശരിക്കും വേറൊരു കളിയാണ് നടന്നുകൊണ്ടിരുന്നത്. പതിയെ ആ സാമ്രാജ്യം ഉള്ളിൽ നിന്ന് തന്നെ വീഴാൻ തുടങ്ങി. ആ സ്വപ്നം പതിയെ കോടിക്കണക്കിന് ഡോളറിൻ്റെ കടവും നിക്ഷേപകരുടെ വഴക്കും കൂട്ടപ്പിരിച്ചുവിടലും ഹൃദയം തകർന്ന മാതാപിതാക്കളുടെ കണ്ണീരുമായി മാറി. ഇൻഡസ്ട്രിയെ മുഴുവൻ ഞെട്ടിച്ചൊരു വമ്പൻ തകർച്ചയിലേക്ക് അത് കൂപ്പുകുത്തി. ഇന്ത്യ കണ്ട ഏറ്റവും വലിയൊരു സ്റ്റാർട്ടപ്പ് എങ്ങനെയാണ് കടവും അതിമോഹവും കാരണം ഇങ്ങനെ തലകുത്തി വീണത്? ഒരു ബിസിനസ് കേസ് സ്റ്റഡി എന്ന് പറയുന്ന രീതിയിൽ ബൈജൂസിനെ സമീപിക്കുകയാണെങ്കിൽ അതിൻ്റെ കടന്നുവരവും വളർച്ചയും അതിൻ്റെ പീക്ക് ലെവലിലുള്ള പ്രവർത്തനങ്ങളും തകർച്ചയും ഒക്കെ തന്നെ എല്ലാവരെയും അമ്പരപ്പിക്കുന്ന ഒന്നാണ്. അതിനാൽ തന്നെ അതിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മളൊന്ന് ഞെട്ടിപ്പോകാനുള്ള സാധ്യത വളരെ വലുതാണ്. അടിസ്ഥാനപരമായി ബൈജൂസ് എന്ന് പറയുന്നത് ഒരു വിദ്യാഭ്യാസ ആപ്പ് അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷണൽ ആപ്ലിക്കേഷൻ മാത്രമായിരുന്നില്ല. അത് 3 ഭാഗങ്ങളുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു മെഷീനറി സംവിധാനമാണ്. അതിൻ്റെ ആദ്യത്തെ ഭാഗമെന്ന് പറയുന്നത് അതിൻ്റെ പ്രോഡക്റ്റാണ്, ബൈജൂസ് ദ ലേണിംഗ് ആപ്പ്. ഇത് 2015 പുറത്തിറങ്ങിയ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കണ്ടുപിടുത്തമായിരുന്നു. വളരെ പെട്ടെന്ന് കുട്ടികളിലേക്ക് ഇറങ്ങിച്ചെന്ന അവരുടെ എഡ്യൂക്കേഷണൽ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയുന്ന ഒരു സാധാരണക്കാരനായ അധ്യാപകൻ എന്നതിൽ നിന്നും തൻ്റെ കഴിവിനെ വലിയ രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ കഴിയുമെന്നും അതൊരു വലിയ ബിസിനസ് ഐഡിയയ്ക്ക് മാറ്റാൻ കഴിയുമെന്നും തിരിച്ചറിഞ്ഞ ബൈജു രവീന്ദ്രനാണ് സത്യത്തിൽ തൻ്റെ കഴിവുൾപ്പെടെയുള്ള പല കാര്യങ്ങളും ജനങ്ങളിലേക്ക് ഡിജിറ്റലി എത്തിക്കാൻ വേണ്ടി 2015 ബൈജൂസ് ആപ്പ് പുറത്തിറക്കുന്നത്. വരണ്ട പാഠപുസ്തകങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള പഠനത്തെ നമുക്ക് വിഷ്വലി അപ്പീലിംഗ് ആയ അനിമേഷനുള്ള വീഡിയോകളും ഇൻ്ററാക്റ്റീവ് ക്വിസുകളും ഗെയിം പോലെയുള്ള ഘടകങ്ങളുമായിട്ട് മാറ്റിയെടുത്തു എന്നുള്ളതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ജിയോമെട്രിയുടെയോ ഫിസിക്സിൻ്റെയോ ഒക്കെ തന്നെ സങ്കീർണമായിട്ടുള്ള ആശയങ്ങളെ വളരെ എളുപ്പത്തിൽ അനിമേഷനിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലേക്ക് അത് കൊണ്ടുവന്നു. ഉപഭോക്താക്കളെ ആകർഷിക്കാൻ സൗജന്യ ട്രയൽ അനുവദിക്കുന്ന രീതിയിലാണ് കമ്പനി പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ മുഴുവൻ കോഴ്സും ലഭിക്കുന്നതിന് വർഷം തോറും 10,000-കണക്കിനോ ലക്ഷക്കണക്കിനോ രൂപ വരുന്ന ഗണ്യമായൊരു തുക നൽകേണ്ടതായിട്ടുണ്ടായിരുന്നു. ഈ ഒരു മെഷീനറിയുടെ രണ്ടാമത്തെ ഒരുപക്ഷെ ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു ഭാഗമായിരുന്നു അതിൻ്റെ ശക്തമായ സെയിൽസ് ടീം. സൗജന്യമായി ഉപയോഗിക്കുന്നവരെ അല്ലെങ്കിൽ അത് രജിസ്ട്രേഷൻ ചെയ്ത് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുന്നവരെ പണം നൽകുന്ന ഉപഭോക്താക്കളാക്കി കസ്റ്റമേഴ്സാക്കി മാറ്റി വളർച്ചയ്ക്ക് ഇന്ധനം നൽകിയത് ഈ ഒരു സെയിൽസ് ടീമായിരുന്നു. ഒരു രക്ഷകർത്താവോ വിദ്യാർത്ഥിയോ ബൈജൂസ് ആപ്പ് എന്താണെന്ന് അറിയാൻ വേണ്ടി അത് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ അവരുടെ കോൺടാക്റ്റ് വിവരങ്ങൾ ശേഖരിക്കപ്പെടും. ഈ വിവരം പിന്നീട് ആയിരക്കണക്കിന് കൗൺസിലർമാരെന്നറിയപ്പെടുന്ന സെയിൽസ് ആളുകളിലേക്ക് കൈമാറുന്നുണ്ട്. എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ഈ കൗൺസിലർമാർ ഒരു ഹോം വിസിറ്റ് സംഘടിപ്പിക്കുകയും അവിടെ വെച്ച് വളരെയധികം പ്രേരിപ്പിക്കുന്ന രീതിയിൽ നിന്ന് കൃത്യമായി വൈകാരികമായി ചൂഷണം ചെയ്തുകൊണ്ട് മാക്സിമം പിച്ച് നേടുകയും ചെയ്യും. മികച്ച കോളേജുകളിലെയും സർവകലാശാലകളിലെയും പരിമിതമായ സീറ്റുകൾക്കായി തങ്ങളുടെ കുട്ടികൾ നേരിടുന്ന കടുത്ത മത്സരത്തെക്കുറിച്ച് അറിയാവുന്ന ഇന്ത്യൻ മാതാപിതാക്കൾ പലരും ഇതിൽ വീഴുകയും അവരുടെ ഉത്കണ്ഠ പലപ്പോഴും മുതലെടുക്കുകയും ചെയ്തുകൊണ്ടാണ് പെയ്ഡായിട്ടുള്ളൊരു കസ്റ്റമറായിട്ട് അവരെ മാറ്റുന്നത്. നിങ്ങളുടെ കുട്ടി പുറകോട്ട് പോകുന്നു, എന്നാൽ ബൈജൂസാണ് പരിഹാരം. അവർക്ക് വേണ്ട മത്സരക്ഷമത തീർച്ചയായിട്ടും തരാൻ ഞങ്ങൾക്ക് കഴിയും എന്നതായിരുന്നു അവരുടെ ശക്തമായ സന്ദേശം. ഉയർന്ന വില താങ്ങാൻ കഴിയാത്ത കുടുംബങ്ങളെ കൊണ്ടുപോലും ഇടപാട് ഉറപ്പിക്കുന്നതിനായി കൗൺസിലർമാർ അവരുടെ പങ്കാളിത്തമുള്ള ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പ എടുക്കാൻ നിർബന്ധിക്കുകയും പലപ്പോഴും പലതരത്തിലുള്ള കേസുകൾ നടക്കുന്നുണ്ട്. അത് ചർച്ച ചെയ്യുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ഫോറങ്ങളും ഒക്കെ നമുക്കിപ്പോഴും കാണാം. ഈ വീഡിയോയിൽ പറയുന്ന ഒരു കാര്യം ഞാൻ ഉണ്ടാക്കിയതല്ല. ഇത് പബ്ലിക്കലി എനിക്ക് കിട്ടുന്ന കാര്യങ്ങൾ എടുത്തുകൊണ്ട് ഞാൻ പറയുക മാത്രമാണ് ചെയ്യുന്നത്. മൂന്നാമത്തെ അവരുടെ പ്രധാനപ്പെട്ട ഒരു മെഷീനറി വർക്കിംഗ് ആയിരുന്നു ഫണ്ടിങ് എന്ന് പറയുന്നത്. ബൈജൂസിൻ്റെ സ്റ്റാർട്ടപ്പുകളിൽ പണം മുടക്കുന്ന നിക്ഷേപകരൊക്കെ തന്നെ വളരെ വലിയ ടീംസാണ്. 2016 ഫേസ്ബുക്കിൻ്റെ സ്ഥാപകൻ മാർക്ക് സക്കർബർഗിൻ്റെയും ഭാര്യ ഡോക്ടർ പ്രിസില്ല ചാനിൻ്റെയും സംരംഭമായ ചാൻ സക്കർബർഗ് ഇനിഷ്യേറ്റീവിൽ നിന്നുള്ളൊരു പ്രധാന നിക്ഷേപമാണ് ഇതിൻ്റെ യാത്രയ്ക്ക് ആദ്യമായി വലിയ തോതിലുള്ള ഊർജ്ജം പകർന്നത്. ഇതൊരു ചെക്ക് മാത്രമായിരുന്നില്ല, അതൊരു ആഗോള അംഗീകാരത്തിൻ്റെ മുഖമുദ്രയായിരുന്നു. ബൈജൂസ് മറ്റൊരു ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് മാത്രമല്ലെന്നും ആഗോളതലത്തിൽ പ്രാധാന്യമുള്ളൊരു സംരംഭമാണെന്നും അത് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഈ അംഗീകാരം പുതിയ അവസരങ്ങൾ തുറന്നെങ്കിലും പിന്നീട് ഇങ്ങോട്ട് വന്നത് ടൈഗർ ഗ്ലോബൽ, പ്രോസസ്, സെക്വോയ ക്യാപിറ്റൽ എന്നിവയുൾപ്പെടെയുള്ള അന്താരാഷ്ട്ര നിക്ഷേപകരുടെ ഒരു നിരയായിരുന്നു. ഇങ്ങനെ തുടർച്ചയായ പണത്തിൻ്റെ വരവാണ് പിന്നീട് കമ്പനിയുടെ അതിവേഗത്തിലുള്ള വളർച്ചാ തന്ത്രത്തിന് ഇന്ധനമായത്. എതിരാളികൾക്ക് പിടിച്ചു നിൽക്കാൻ അവസരം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ വിപണിയിൽ ആധിപത്യം സ്ഥാപിക്കാൻ എന്ത് വില കൊടുത്തും വളർച്ചയ്ക്ക് മാത്രം മുൻഗണന നൽകുന്ന ഒരു രീതിയാണിത്.
ബൈജൂസ് ലാഭകരമായിട്ടുള്ളൊരു കമ്പനി നിർമ്മിക്കാനല്ല ശ്രമിച്ചത് എന്ന് നമുക്കതിൻ്റെ ആ ഒരു ഹിസ്റ്റോറിക്കൽ ഗ്രോത്ത് നോക്കുമ്പോൾ മനസ്സിലാകും. സാധ്യമായ അത്രയും വേഗത്തിൽ സിറ്റുവേഷൻ അനുസരിച്ചുകൊണ്ട് കമ്പനിയെ ഏറ്റവും വലിയ കമ്പനിയാക്കി മാറ്റാനാണ് അവർ ശ്രമിച്ചത്. അപ്പോൾ ഞാനീ പറഞ്ഞ പ്രധാനപ്പെട്ട 3 മെഷീനറി സിസ്റ്റംസ് ഉണ്ടല്ലോ, അതിൻ്റെ പ്രോഡക്റ്റ്, സെയിൽസ് ടീം, പിന്നെ അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇതായിരുന്നു ബൈജൂസിനെ മിന്നൽ വേഗത്തിൽ വളർച്ചയ്ക്ക് കാരണമാക്കിയത്. പക്ഷേ അതിൽ തന്നെ നാശത്തിൻ്റെ വിത്തുകളും അടങ്ങിയിരുന്നു. ബൈജൂസിന് വളർച്ചയ്ക്ക് ശേഷമുണ്ടായ തകർച്ചയെ ശരിയായി മനസ്സിലാക്കാൻ അതിൻ്റെ ഉന്നതിയിൽ പ്രവർത്തിച്ച സംവിധാനങ്ങളെയും അതിൽ നടന്ന പ്രോസസ്സുകളെയും നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട്. അതിൻ്റെയൊക്കെ രേഖകൾ ഞാൻ പറ്റുന്നതൊക്കെ തന്നെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുകയും വീഡിയോയിൽ കാണിക്കുകയും ചെയ്യും. ഇതൊക്കെ വളരെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ന്യൂസ് സോഴ്സുകളിൽ നിന്നും ആർട്ടിക്കിളിൽ നിന്നും എടുത്ത കാര്യങ്ങളാണ്. 2020 തുടക്കത്തിൽ ആരംഭിച്ച കോവിഡ് മഹാമാരിയായിരുന്നു എല്ലാവർക്കും അറിയാവുന്ന പോലെ ബൈജൂസിൻ്റെ ഏറ്റവും വലിയ വളർച്ചയുടെ ഘടകം. സ്കൂളുകൾ അടച്ചതോടെ ബൈജൂസ് ഒറ്റ രാത്രി കൊണ്ടൊരു അവശ്യ സേവനമായിട്ട് മാറി. കമ്പനി തന്ത്രപരമായി അതിൻ്റെ ഉള്ളടക്കം ഒരു നിശ്ചിത കാലത്തേക്ക് ഫ്രീ ആക്കി. അങ്ങനെ ആളുകൾ അതിൽ അഡിക്റ്റായി. പ്രത്യേകിച്ച് രക്ഷിതാക്കൾ കുട്ടികൾക്കിത് കൊടുക്കുമ്പോൾ കുട്ടികൾക്കത് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ഡിജിറ്റലി ആണല്ലോ കിട്ടുന്നത്. അങ്ങനെ അതിൻ്റെ ഉപഭോക്താക്കളുടെ എണ്ണത്തിൽ വൻ വർധനവുണ്ടായി. കേവലം 3 കോടിയിൽ നിന്ന് 7.5 കോടിയൊക്കെ ആയിട്ട് അതിൻ്റെ യൂസേഴ്സ് മാറി. പുതിയ യൂസേഴ്സിൻ്റെ ഈ ഒരു കുത്തൊഴുക്ക് അതിൻ്റെ സെയിൽസ് ടീമിനൊരു ചാകര പോലെയായിരുന്നു. ഫണ്ടിങ്ങും അതിന് പിന്നാലെ എത്തി. അങ്ങനെ കമ്പനിയുടെ മൂല്യം ഏകദേശം 64,000 കോടി രൂപയിൽ നിന്നും 2022 തുടക്കത്തിൽ ഏകദേശം 1.76 ലക്ഷം കോടി അഥവാ $22 ബില്യൺ അടുപ്പിച്ച് എത്തുന്ന ഒരു അവിശ്വസനീയമായ കൊടുമുടിയിലെത്തി. ആ സമയത്ത് ലോകത്തുള്ള വളരെ ഫേമസ് ആയ ഹാർലി ഡേവിഡ്സൺ ഉൾപ്പെടെയുള്ള കമ്പനികളോടൊപ്പം കിടപിടിക്കുന്ന രീതിയിലാണ് ഇവരുടെ ഒരു ഗ്രോത്ത് ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു പണം ഉപയോഗിച്ച് ബൈജൂസ് ഭ്രാന്തമായ രീതിയിൽ മറ്റ് കോമ്പറ്റീറ്റേഴ്സിനെ ഏറ്റെടുക്കാൻ തുടങ്ങി. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഏകദേശം 20,000 കോടിയിലധികം രൂപയാണ് അവർ ഇതിനു വേണ്ടി ചെലവഴിച്ചത്. കുട്ടികളെ കോഡിംഗ് പഠിപ്പിക്കുന്ന പ്ലാറ്റ്ഫോമായ വൈറ്റ് ഹാറ്റ് ജൂനിയറിന് ഏകദേശം 2,400 കോടി രൂപയ്ക്കും 33 വർഷം പഴക്കമുള്ള ഫിസിക്കലി കുട്ടികളെ കോച്ചിങ് സെൻറ്ററുകളിൽ കൊണ്ടിരുത്തി പഠിപ്പിക്കുന്ന ശൃംഖലയായ ആകാശ് എഡ്യൂക്കേഷൻ സർവീസസിനെ ഏകദേശം 8,000 കോടി രൂപയ്ക്കും ഏറ്റെടുത്തതായിരുന്നു ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. സ്കൂൾ പഠനം മുതൽ ടെസ്റ്റിനുള്ള തയ്യാറെടുപ്പുകൾ, പാഠ്യേതര പ്രവർത്തനങ്ങൾ വരെ ഡിജിറ്റൽ ഫിസിക്കൽ മേഖലകളിലെല്ലാം വിദ്യാഭ്യാസ രംഗത്തെ തർക്കമില്ലാത്ത ഒരൊറ്റ ഭീമനായി മാറുക എന്നതായിരുന്നു തന്ത്രം. ഒരുപക്ഷെ ജിയോ കടന്നു വന്നതിലൂടെ അംബാനി ഡിജിറ്റൽ രംഗത്ത് എന്ത് അപ്രമാദിത്വമാണോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആ രീതിയിലായിരിക്കും ബൈജൂസ് വളരാൻ ശ്രമിച്ചതെന്ന് പലപ്പോഴും ഇത് റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നിരുന്നാലും ഇവിടെയാണ് ഘടനാപരമായിട്ടുള്ള പിഴവുകൾ ഒരു പ്രതിസന്ധിയായി മാറാൻ തുടങ്ങിയത്. തകർച്ചകൾ സംഭവിച്ചപ്പോൾ ഒന്നിനു പുറകെ ഒന്നായി പരാജയങ്ങൾ വരാൻ തുടങ്ങി. ആദ്യത്തെ പ്രശ്നം മഹാമാരിക്ക് ശേഷമുള്ള യാഥാർത്ഥ്യ ബോധമായിരുന്നു. 2022 ലോകം വീണ്ടും തുറന്നു. വിദ്യാർത്ഥികൾ ക്ലാസ് മുറികളിലേക്ക് തിരികെ പോയി. ഓൺലൈൻ പഠനത്തിലുള്ള ഭ്രാന്തമായ ആവശ്യം കുറഞ്ഞു. മാതാപിതാക്കൾ വില കൂടിയ സബ്സ്ക്രിപ്ഷനുകളുടെ മൂല്യത്തെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. കമ്പനിയുടെ അതിവേഗത്തിലുള്ള വളർച്ച ഒരു ചുവരിൽ ചെന്ന് ഇടിച്ചു നിന്നു. അവർ പലതരത്തിലുള്ള ഫിസിക്കൽ കോച്ചിങ് സെൻറ്ററുകൾ പല സിറ്റികളിലും തുടങ്ങാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും അധികം സക്സസ് ആവാൻ പറ്റിയില്ല. നിരന്തരമായിട്ടുള്ള എക്സ്പാൻഷനിലൂടെ വളരാൻ ശ്രമിച്ച ഈ ഒരു കമ്പനിക്ക് അപ്പോൾ ചെലവുകൾ അതിഭീകരമായിരുന്നു. പരസ്യത്തിൻ്റെ ചിലവെന്ന് പറയുന്നത് അവരുടെ വരവിനേക്കാൾ കൂടുതൽ പോകുന്ന രീതിയിലേക്ക് പലതരത്തിലുള്ള ബ്രാൻഡ് അംബാസഡർമാരെയും സംസ്ഥാനങ്ങളിലെ മികച്ച നടന്മാരെയും നടിമാരെയും ഒക്കെ പരസ്യം ചെയ്യുകയും ഇൻ്റർനാഷണൽ സെലിബ്രിറ്റികളെ വരെ വിലക്കെടുത്തുകൊണ്ട് പരസ്യം ചെയ്യുകയൊക്കെ ചെയ്തപ്പോൾ അവർക്ക് ഈ ഒരു പരസ്യത്തെ മാനേജ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പണം കത്തിത്തീരുന്നൊരവസ്ഥ എത്തിച്ചേർന്നു. രണ്ടാമത്തെയും ഏറ്റവും നിർണായകവുമായ സംഭവം അക്കൗണ്ടിങ്ങിൽ സംഭവിച്ച തട്ടിപ്പായിരുന്നു. ഇന്ത്യയിലെ എല്ലാ കമ്പനികളും ഒരു സാമ്പത്തിക വർഷം അവസാനിച്ച് ഏതാനും മാസങ്ങൾക്കുള്ളിൽ അതിൻ്റെ ഓഡിറ്റ് ചെയ്ത കാര്യങ്ങൾ സാമ്പത്തിക രേഖകളായിട്ട് സമർപ്പിക്കേണ്ടതുണ്ട്. ബൈജൂസ് 2021 മാർച്ച് 31 ആ ഒരു സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനത്തിലുള്ള ആ ഒരു സാമ്പത്തിക ഫലങ്ങളുണ്ടല്ലോ അത് ഫയൽ ചെയ്യാനായിട്ട് ലേറ്റായി. ഈ കാലതാമസം ഏകദേശം 1.5 വർഷത്തോളം നീണ്ടു നിന്നുപോയി. ഒടുവിൽ 2022 സെപ്റ്റംബറിൽ അതിൻ്റെ റിസൾട്ടുകൾ പ്രസിദ്ധീകരിക്കുമ്പോൾ കാലതാമസത്തിൻ്റെ കാരണവും കണക്കുകളും ഒക്കെ തന്നെ ഞെട്ടിക്കുന്ന ഒന്നായി മാറിയിരുന്നു. കമ്പനിയുടെ ഒരു ഓഡിറ്റർ ടീമായിരുന്നു ഡെലോയിറ്റ് എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ കമ്പനി. ബൈജൂസിൻ്റെ വരുമാനം രേഖപ്പെടുത്തുന്ന രീതിയെ തന്നെ ഡെലോയിറ്റ് ചോദ്യം ചെയ്യാൻ തുടങ്ങി. ലളിതമായി പറഞ്ഞാൽ ബൈജൂസ് ഒരു മൾട്ടി ഇയർ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ ഉപയോഗിച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണെങ്കിലും അവർ മുഴുവൻ മൂല്യവും, അതായത് ഒരാൾ 2 വർഷത്തേക്ക് ഒരു കോഴ്സ് എടുത്താൽ ആ 2 വർഷത്തെ കോഴ്സിനടച്ച പണവും അല്ലെങ്കിൽ കിട്ടാവുന്ന പണവും മുഴുവൻ ആദ്യ വർഷം തന്നെ വരുമാനമായി രേഖപ്പെടുത്താൻ തുടങ്ങി. മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ 3,000 രൂപയ്ക്ക് ഒരു 3 വർഷത്തെ മാഗസിൻ സബ്സ്ക്രിപ്ഷൻ വിൽക്കുന്നത് സങ്കല്പിക്കുക. ബൈജൂസ് ആ 3,000 രൂപയെയും 1-ാം വർഷത്തെ വരുമാനമായി കണക്കാക്കി, 1000-നെ അല്ല. എന്നാൽ ഓരോ വർഷവും 1,000 രൂപ വീതം വരുമാനം രേഖപ്പെടുത്തുക എന്നുള്ളതായിരുന്നു സ്റ്റാൻഡേർഡ് അക്കൗണ്ടിംഗ് രീതി. ഇതിനു വേണ്ടി ഡെലോയിറ്റ് നിർബന്ധിക്കാൻ തുടങ്ങി. ഈ ഒരൊറ്റ അക്കൗണ്ടിംഗ് മാറ്റം വളരെയധികം വിനാശകരമായ ഫലമുണ്ടാക്കി.
ഇത് ആ വർഷത്തെ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്ത വരുമാനം പകുതിയിലധികം കുറയ്ക്കുകയും ഏകദേശം 4,600 കോടി രൂപ വരുന്ന ഭീമമായ നഷ്ടം വെളിപ്പെടുത്തുകയും ചെയ്തു. കമ്പനിയുടെ വളരെ വലിയ വളർച്ച സത്യത്തിൽ ഈയൊരു അക്കൗണ്ടിംഗ് മായാജാലമായിരുന്നു എന്നത് തെളിയിക്കാൻ തുടങ്ങി. ഈ ഒരു എക്കണോമിക്കൽ വെളിപ്പെടുത്തൽ ഒരു സമ്പൂർണ്ണമായ ഭരണപരാജയത്തിനും അതിൻ്റെ പ്രതിസന്ധിക്കും കാരണമാണ് എന്നുള്ള രീതിയിൽ പെട്ടെന്ന് പടരാൻ തുടങ്ങി. 2023 ജൂണിൽ ഒരൊറ്റ ദിവസം കൊണ്ട് 2 വലിയ ബോംബാണ് പൊട്ടിയത്. ആദ്യം ഡെലോയിറ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ ഓഡിറ്റർ ആ സ്ഥാനം രാജിവെച്ചു. ഇത്രയും വലിയൊരു കമ്പനി ഔദ്യോഗികമായി ഓഡിറ്റ് ചെയ്യുന്ന മറ്റൊരു വലിയ കമ്പനിയാണ്. അതൊരു പൊതു താല്പര്യമുള്ള കമ്പനി ആയതുകൊണ്ട് തന്നെ അവർക്ക് ഇത്തരത്തിലുള്ള കെടുകാര്യസ്ഥതകൾ മറച്ചു വയ്ക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടായിരിക്കും രാജിവെച്ചത്. പക്ഷേ അതൊരു വിനാശകരമായ സംഭവമായി മാറി. കമ്പനിയുടെ കണക്കുകൾ അത്രമാത്രം താറുമാറായതുകൊണ്ടായിരിക്കുമല്ലോ ഡെലോയിറ്റ് പോലെയുള്ളൊരു മുൻനിര ഓഡിറ്റിംഗ് കമ്പനി പോലും അതിൽ നിന്ന് പിന്മാറുന്നത്. രണ്ടാമതായി അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് 3 ആദ്യകാല നിക്ഷേപരെ പ്രതിനിധീകരിക്കുന്ന ബോർഡ് അംഗങ്ങൾ, അതായത് പീക്ക് XY പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ നമ്മൾ സെക്വയ എന്ന് പറയുന്ന ഇൻവെസ്റ്റർ, പ്രോസസ്സ്, ചാൻ സക്കൻബർഗ് ഇനിഷ്യേറ്റീവ്, ഈ 3 പേര് ഒരുമിച്ച് രാജിവെച്ചു. ഇതൊരു അഭൂതപൂർവമായ കൂട്ടക്കൊഴിച്ചു പോകലായിരുന്നു. ഒരു കമ്പനിയുടെ ബോർഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എക്കണോമിക്കൽ സപ്പോർട്ടേഴ്സ് ഇല്ലാതായതോടുകൂടി അതിന് സ്വതന്ത്രമായ മേൽനോട്ടമില്ലാതെയായി. സ്ഥാപകൻ്റെ കപ്പലോട്ടിക്കാനുള്ള കഴിവിൽ തങ്ങൾക്ക് എല്ലാ വിശ്വാസവും നഷ്ടപ്പെട്ടു എന്ന് ലോകത്തിനോട് വിളിച്ചു പറയുന്നൊരു പ്രോസസ്സായിരുന്നു അപ്പോൾ അവിടെ സംഭവിച്ചത്. തകർച്ചയുടെ അവസാന പാളികൾ അതിൻ്റെ വർക്കിങ്ങിലും അതുപോലെ തന്നെ ലീഗലായിട്ടുള്ള ഇഷ്യൂസുമായിരുന്നു. ഭീമമായിട്ടുള്ള സാമ്പത്തിക നഷ്ടം നികത്താൻ ബൈജൂസ് ഒന്നിനു പുറകെ ഒന്നായി കൂട്ടമായിട്ട് പിരിച്ചുവിടാൻ തുടങ്ങി. ഒടുവിൽ 10,000-കണക്കിന് ജീവനക്കാരെ പിരിച്ചുവിട്ടു. ഇത് വളരെ ക്രൂരവും കടുത്ത സമ്മർദ്ദവുമുള്ളൊരു തൊഴിൽ സംസ്കാരത്തെക്കുറിച്ച് വിവരിക്കുന്ന രീതിയിലേക്ക് എത്തിച്ചേർന്നു. പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ ബൈജൂസിൽ പ്രവർത്തിച്ച പല ജീവനക്കാരുടെയും അനുഭവങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ തന്നെ മൊത്തത്തിൽ അവർക്ക് നെഗറ്റീവായി മാറാൻ തുടങ്ങി. അതേസമയം കമ്പനി അതിൻ്റെ ഉന്നതിയിലെടുത്ത ഏകദേശം 9,600 കോടി രൂപയുടെ വായ്പ അന്താരാഷ്ട്ര കടക്കാരുമായിട്ടുള്ളൊരു തർക്കത്തിലേക്ക് മാറുകയും അത് പരസ്യമായിട്ടുള്ള തർക്കമായി മാറിയത് ഒരു യുദ്ധമായി മാറുകയും ചെയ്തു. ബൈജൂസ് ഏകദേശം 320 കോടി രൂപയുടെ പലിശ അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തുകയും തങ്ങളുടെ കടക്കാർക്കെതിരെ കേസ് കൊടുക്കുകയും ചെയ്ത് വീണ്ടും നാണം കെട്ടു. അവർ തിരിച്ച് കമ്പനി പണം ഒളിപ്പിക്കുകയാണ് എന്ന് ആരോപിക്കുകയും അതിൻ്റെ US ആസ്തികൾ പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയുണ്ടായി. അങ്ങനെ ഭരണപരവും പ്രവർത്തനപരവും നിയമപരവുമായിട്ടുള്ള എല്ലാ പരാജയങ്ങളും അതിൻ്റെ മൂല്യത്തെ സമ്പൂർണ്ണമായ തകർച്ചയിലേക്ക് നയിച്ചു. ബ്ലാക്ക് റോക്ക് പോലെയുള്ള നിക്ഷേപകർ അവരുടെ ഓഹരി മൂല്യം 95% കുറയ്ക്കാൻ തുടങ്ങി. 2024 തുടക്കത്തിൽ കമ്പനി അടിയന്തരമായിട്ട് ഫണ്ടിംഗ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു. അങ്ങനെ 1.76 ലക്ഷം കോടി രൂപയുടെ കൊടുമുടി മൂല്യമുള്ള ആ ഒരു കമ്പനി പെട്ടെന്ന് ഏകദേശം 1% താഴെയുള്ളൊരു മൂല്യത്തിലേക്കാണ് കൂപ്പുകുത്തിയിരുന്നത്. ചീട്ടുകൊട്ടാരം അങ്ങനെ തകർന്നു വീണു. ഈ തകർച്ചയുടെ പ്രാധാന്യം ഒരു കമ്പനിയുടെ കണക്ക് പുസ്തകത്തിനപ്പുറത്തേക്ക് വ്യാപിക്കുന്നുണ്ട്. വിപുലമായിട്ടുള്ള ആഫ്റ്റർ എഫക്റ്റുകൾ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത്തരം വലിയ കമ്പനികൾ പ്രവർത്തിക്കുന്നത് എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നു. ബൈജൂസിനെ പോലുള്ളൊരു ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് സത്യത്തിൽ മൊത്തത്തിലുള്ള ലോകത്തിന് വലിയൊരു പ്രഹരമായിരുന്നു. ഇന്ത്യയെ പോലുള്ള രാജ്യത്ത് നിന്ന് ഇത്രയും വലിയൊരു കമ്പനി ഈ ഒരു ഫീൽഡ് അതിക്രമിച്ച് കടക്കുക എന്ന് പറയുന്നത് തന്നെ സത്യത്തിൽ പാശ്ചാത്യർക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് വാസ്തവമായിരുന്നു. എന്നാൽ അതിൻ്റെ തകർച്ച മറ്റു സ്റ്റാർട്ടപ്പുകൾക്ക് മേലാണ് കരിനിഴൽ വീഴ്ത്തിയത്. ഇങ്ങനെ വന്നപ്പോൾ ഇത്തരത്തിൽ പെട്ടെന്ന് ഉയർന്നു വരുന്ന 8 കമ്പനികൾക്ക് മുകളിൽ നിക്ഷേപം നടത്താൻ പല നിക്ഷേപകരും തയ്യാറാകാതെയായി. റെഗുലേറ്റർമാരെ കൂടുതൽ സൂക്ഷ്മത ഉള്ളവരാക്കുകയും ചെയ്തു. ജോലി നഷ്ടപ്പെട്ട 10,000-കണക്കിന് ജീവനക്കാർക്ക് അതൊരു വ്യക്തിപരമായ ദുരന്തവും അതിവേഗം വളരുന്ന ടെക് ലോകത്തിലുള്ള ജോലിയുടെ അസ്ഥിരതയെക്കുറിച്ചുള്ളൊരു പാഠവുമായിരുന്നു. ലക്ഷക്കണക്കിന് യൂസേഴ്സിനോ അവരിൽ പലർക്കും തങ്ങൾക്ക് വേണ്ടാത്തതും ഉപയോഗമില്ലാത്തതുമായ ഒരു സേവനത്തിന് വേണ്ടി വായ്പകൾ എടുക്കാൻ വേണ്ടി കുടുങ്ങിക്കിടന്നു. ഇത് എഡ്ടെക് മേഖലയുള്ളൊരു വിശ്വാസത്തെ തന്നെ നഷ്ടപ്പെടുത്തി. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? അതിൻ്റെ ഫൗണ്ടറിന് എന്തെങ്കിലും ബിസിനസ് പരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? അതോ അദ്ദേഹം നല്ലൊരു അധ്യാപകൻ മാത്രമായിരുന്നോ? അല്ലെങ്കിൽ എന്ത് വില കൊടുത്തും വിജയിക്കുക എന്ന മനോഭാവം തുടക്കം മുതൽക്ക് തന്നെ പ്രശ്നമായോ? അതുമല്ലെങ്കിൽ കമ്പനി തകരുന്നു എന്ന് കാണുന്ന സമയത്ത് വിജയകരമായി കൊണ്ടുപോകാൻ കമ്പനിയുടെ ഓണർഷിപ്പ് വിട്ടുകൊടുക്കാത്തതായിരുന്നോ പ്രശ്നം? അതോ ഈ ഇൻവെസ്റ്റേഴ്സ് ചതിച്ചതാണോ? എന്തായാലും ഒരു $multi-billion ആഗോള സ്ഥാപനം നടത്തുന്നതിൻ്റെ ഉത്തരവാദിത്തങ്ങളുമായിട്ട് നോക്കുന്ന സമയത്ത് ഇത്തരം ശൈലികൾ ഒരിക്കലും ഭാവിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾക്ക് ശരിയാകണമെന്നില്ല. പലപ്പോഴും വർഷങ്ങളോളം കഷ്ടപ്പെട്ടുകൊണ്ട് തെറ്റുകൾ പരിഹരിച്ച് വളർന്നു വരുന്ന പല കമ്പനികളെ അപേക്ഷിച്ചും വളരെ പെട്ടെന്ന് സമൂഹത്തിലുള്ളൊരു എക്കണോമിക്കൽ ഗ്യാപ്പിനെ, ഒരു സർവീസ് ഗ്യാപ്പിനെ ഫില്ല് ചെയ്തുകൊണ്ടൊരു കമ്പനി വളർന്നു വരുമ്പോൾ കൃത്യമായ രീതിയിലുള്ള മേൽനോട്ടവും കൃത്യമായ രീതിയിൽ ഓരോ മേഖലകളും കൈകാര്യം ചെയ്യാനും സാധിച്ചില്ല എങ്കിൽ അതിൻ്റെ അവസാനം ഇതുപോലെ ആയിരിക്കും എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ബൈജൂസിൻ്റെ പതനം. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറയാൻ ഞാൻ വിട്ടുപോയിട്ടുണ്ട്. ഉദാഹരണത്തിന് അവർ കൊടുക്കുന്ന സർവീസിനകത്ത് പർട്ടിക്കുലർ കമ്പനിയുടെ ടാബ് മാത്രം ഉപയോഗിക്കണം എന്നുള്ള നിർബന്ധം,
പണ്ട് യൂട്യൂബേഴ്സിന് ഇവർക്കെതിരെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുന്ന പരിപാടികൾ, അങ്ങനെ പല കാര്യങ്ങളും സത്യത്തിൽ ഇടയ്ക്ക് വെച്ച് ബൈജൂസിനെതിരെ ഒരുപാട് ഡിസ്കഷൻസിലേക്ക് വന്നിരുന്നു. പല ആളുകളും ഇപ്പോഴും പല രക്ഷകർത്താക്കളും ഒട്ടും പൈസ ഇല്ലാത്തപ്പോഴും അവരുടെ അക്കൗണ്ടിൽ നിന്ന് മാസാമാസം EMI പിടിക്കുന്നതായിട്ട് ഡിസ്കസ് ചെയ്യപ്പെടുന്നുണ്ട്. സോ ഇതൊരു വലിയ പ്രശ്നമാണ്. ഇത് ഗവൺമെൻറ് തലത്തിൽ നോക്കിക്കഴിഞ്ഞാലും ഇതിന് കൃത്യമായിട്ടുള്ളൊരു മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു നിരീക്ഷണമില്ലാത്തതിൻ്റെ പ്രശ്നം കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ലോകകപ്പ് സ്പോൺസർ ചെയ്യുന്ന ഒരു കമ്പനിയിൽ നിന്നും അടുത്ത തലമുറയെ ചിന്തിപ്പിക്കാൻ കഴിയുന്ന രീതിയിലേക്കുള്ള ഒരു ദുരന്തമായിട്ടുള്ള കേസ് സ്റ്റഡി ആയിട്ട് ബൈജൂസ് മാറിയതിനെ കുറിച്ചാണ്. മറ്റൊരു എപ്പിസോഡ് വീണ്ടും കാണാം. അതുവരെ ബൈ.